ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ കടിച്ചു പിടിച്ച് വലിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ. ഇത് നല്ല ഹോം മെയ്ഡാണ്, നമ്മൾ വാങ്ങിയതൊന്നല്ല കേട്ടോ. അപ്പോൾ KFC പോലെ ആയിട്ടില്ലെങ്കിലും നമ്മളെ രീതിക്ക് ഒരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട്, ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചിട്ട് നമ്മുടെ ചിക്കൻ അനുസരിച്ചിട്ടോ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ട്, പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ മസാലകളില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ കുരുമുളക് പൊടി, ആ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂറെങ്കിലും ചിക്കനിലേക്ക് ഇതൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇത് 3 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വട്ടം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ബ്രോസ്റ്റഡ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളത് ഒരു രാത്രി വൈകുന്നേരം നൈറ്റ് ഫുഡായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെതാ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ചപ്പാത്തി പരത്തുന്ന രീതിയിലാണ് കേട്ടോ. ഞങ്ങൾ കുബൂസ് വാങ്ങാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ പോയി നോക്കിയപ്പോൾ കുബൂസ് കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ചപ്പാത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് നമ്മുടെ മൈദപ്പൊടിയും പിന്നെ കോൺഫ്ലവറും 1 കപ്പ് കരണ്ടിക്കാണ് കേട്ടോ ഞാൻ എടുത്തത്. കോൺഫ്ലവറൊക്കെ എടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കണം ഒരു പാത്രത്തിൽ. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ സാധാ പച്ചവെള്ളം ഇല്ലേ, ആ പച്ചവെള്ളം വേണം. ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ചിക്കനും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്, ഞാൻ ഓയിലാണ് തോന്നിട്ടോ പൊരിക്കുന്നത്, എന്നിട്ട് അത് ചൂടാക്കാൻ വെച്ച്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ കോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ മൈദ കോൺഫ്ലവർ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് അത് നേരെ എടുത്ത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഒന്ന് മുക്കുക. എന്നിട്ട് പിന്നെയും നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ ഗൈസ്. എന്നാൽ ആ ഒരു മൊരിമൊരിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുടഞ്ഞെടുത്തിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. നമ്മുടെ ബ്രോസ്റ്റഡ് ഇതാ പൊരിഞ്ഞ് വരുന്നത് കാണാൻ കഴിയും ഗൈസ്. അങ്ങനെ നമ്മളെ എല്ലാ ചിക്കൻ പീസും, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം റെഡി ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. കാരണം ഇത് പുറമെ ചിലപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരും, ഉള്ളിൽ ചിലപ്പോൾ മുരിഞ്ഞുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, സിമ്മിലിട്ടിട്ട് ചിക്കൻ വേവാനുള്ള ടൈം കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നും ഇങ്ങനെ മുക്കി പച്ചവെള്ളത്തിലിടുക. എന്നിട്ട് പിന്നെയും കോൺഫ്ലവർ മൈദ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ബ്രോസ്റ്റഡിൻ്റെ. ഇത് എൻ്റെ രീതിയാണ്, പലരും പല രീതിയിലായിരിക്കാം ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഇതുവരെ അങ്ങനെ പാളിപ്പോയിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ബ്രോസ്റ്റഡ് കിട്ടി. KFC ചിക്കനിലെ ബ്രോസ്റ്റഡ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മയോണൈസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. എന്നാലും പറയാം, മുട്ടയിലേക്ക് 2 മുട്ടയാണ്, 1 മുട്ട എടുത്തിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി, ഞാൻ 1 മുട്ടയാണ് എടുത്ത് 2 വെളുത്തുള്ളിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അത് എൻ്റെ കൂടെ അടിക്കാൻ ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് ക്യാമറാമാൻ എൻ്റെ ഇതിലേക്ക് സൂം ചെയ്യാത്തതിനുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് സൂം ചെയ്യിപ്പിച്ചാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കിച്ചൻ്റെ കോലൊന്നും നോക്കണ്ട, ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ ആകെ മൊത്തം അലങ്കോലപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ നമ്മുടെ ദൗത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഭരത്മോനിവിടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ, ഓരോരുത്തർക്കും എത്ര എണ്ണം വീതം എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ടേസ്റ്റ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾ മുന്നേ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ലേ, റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടെ കണ്ടേക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കാലൊക്കെ നമുക്ക് മയോണൈസിലും സോസിലും ഒക്കെ മുക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂട്ട് അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം. എൻ്റെ ക്രിസ്പിനെസ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിലും വലിയ സൗണ്ടായിരുന്നു.